നമസ്കാരം. യൂണിവേഴ്സിറ്റി വാർത്തകൾ. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. യൂണിവേഴ്സിറ്റി ഡിഗ്രി 5th സെമ്മിൻ്റെ റിസൾട്ട് വന്നു. 5th സെം സൂപ്പർ സപ്ലിക്ക് അപ്ലൈ ചെയ്യാൻ വന്നിട്ടുണ്ട്. 6th സെമ്മിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. മാർച്ച് 22 മുതലാണ് 6th സെം ഡിഗ്രി പരീക്ഷ നടക്കുന്നത്. അതിനുശേഷം 5th സെമസ്റ്റർ സൂപ്പർ സപ്ലി നടക്കും. അതിനുശേഷം 4th സെമ്മിൻ്റെ പരീക്ഷ നടക്കും. 4th സെമ്മിൻ്റെ സ്പെഷ്യൽ സപ്ലിയും 4th സെം പരീക്ഷയും ഒന്നിച്ചായിരിക്കും നടക്കുന്നത്. കാരണം ഒരുപാട് ലാഗ് ആവേണ്ട ആവശ്യമില്ല. അതായത് ഏപ്രിൽ ഒരു പകുതി കഴിയുമ്പോൾ നമ്മുടെ 5th സെം സൂപ്പർ സപ്ലിയും ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ്യിൽ 4th സെമ്മിൻ്റെ പരീക്ഷ, അതായത് സൂപ്പർ സപ്ലി ഉൾപ്പെടെ സ്പെഷ്യൽ സപ്ലി ഉൾപ്പെടെയുള്ള ആ പരീക്ഷ നടക്കുന്നതാണ്. അതേപോലെ തന്നെ ഫസ്റ്റ് സെമ്മിൻ്റെയൊക്കെ റിസൾട്ട് വന്നായിരുന്നു യൂണിവേഴ്സിറ്റി. കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി 5th സെമ്മിൻ്റെ വാല്യുവേഷൻ നടക്കുകയാണ്. മാർച്ച് ലാസ്റ്റ് അഥവാ ഏപ്രിൽ 1 5th സെമ്മിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം. 6th സെമ്മിൻ്റെ പരീക്ഷ ഏപ്രിൽ 3 ആരംഭിക്കും. അതിൻ്റെ റിസൾട്ട് മെയ് ലാസ്റ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. PG ഫസ്റ്റ് സെമ്മിൻ്റെ വാല്യുവേഷൻ എല്ലാം കഴിഞ്ഞു. റിസൾട്ട് അടുത്ത ആഴ്ചകളിൽ പ്രതീക്ഷിക്കാം. അതിൻ്റെ പരീക്ഷകൾ ഏപ്രിൽ മാസത്തിൽ പ്രതീക്ഷിക്കാം. ചിലപ്പം മെയ്യിലോട്ടും മാറാം. PG ഫസ്റ്റ് സെമ്മിൻ്റെയാണ്. PG സെക്കൻഡ് സെമ്മിൻ്റെ വാല്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിഗ്രി സെക്കൻഡ് സെമ്മിൻ്റെയൊക്കെ റിസൾട്ട് വന്നു. 3rd സെമ്മിൻ്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4th സെമ്മ് മിക്കവാറും ജൂലൈയിലൊക്കെ കാണത്തുള്ളൂ. സെക്കൻഡ് സെമ്മും ആ സമയത്തൊക്കെ കാണത്തുള്ളൂ. ജൂണോ ജൂലൈയിലോ കാണത്തുള്ളൂ. 3rd മുമ്പ് ഫസ്റ്റ് നടന്നതുകൊണ്ട് 4th മുമ്പ് സെക്കൻഡ് സെം പരീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ്. PG 3rd സെമ്മിൻ്റെ പരീക്ഷ 14-ാം തീയതി ആരംഭിക്കുകയാണ്. PG 4th സെമ്മിൻ്റെ പരീക്ഷ ജൂലൈയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ബാക്കി വാർത്തകൾ നോക്കാം. യൂണിവേഴ്സിറ്റി വാർത്ത. പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ടുകൾ വന്നു. യൂണിവേഴ്സിറ്റി സൃഷ്ടിച്ചത് പുതുമാതൃക. U3A ആഗോള പ്രസിഡൻറ്റ്. പരീക്ഷാഫലം ഫസ്റ്റ് സെമസ്റ്റർ പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ നമ്മൾ പറഞ്ഞു. 1-2 സെമസ്റ്റർ പ്രൈവറ്റ് രജിസ്ട്രേഷൻ MA ഇംഗ്ലീഷ് റിസൾട്ട് വന്നു. പ്രാക്ടിക്കൽ 3-ാം സെമസ്റ്റർ BSc ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ മെയിൻ്റെനൻസ് ആൻഡ് ഇലക്ട്രോണിക്സ് ഇതിൻ്റെ പ്രാക്ടിക്കൽ ഡേറ്റ് വന്നു. 1-ാം സെമസ്റ്റർ MA അനിമേഷൻ, ഗ്രാഫിക് ഡിസൈൻ, മൾട്ടിമീഡിയ, സിനിമ ആൻഡ് ടെലിവിഷൻ, പ്രിൻ്റ് ആൻഡ് ഇലക്ട്രോണിക്സ് ജേർണലിസം. 3-ാം സെമസ്റ്റർ MSc ഫുഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി. 1-ാം സെമസ്റ്റർ BVOC ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. 1-ാം സെമസ്റ്റർ MSc ഇൻഫർമേഷൻ ടെക്നോളജി. അതേപോലെ 6-ാം സെമസ്റ്റർ പരീക്ഷ മാർച്ച് 22 ആരംഭിക്കും. ടൈം ടേബിൾ വന്നിട്ടുണ്ട്. പ്രൈവറ്റും റെഗുലറും എല്ലാം. അപേക്ഷാ സമയപരിധി നീട്ടി. 6-ാം സെമസ്റ്റർ പരീക്ഷയുടെയാണ്. ഇന്ധനക്ഷമത കൂട്ടാൻ പ്രകൃതിദത്ത ടയറുകൾ MGയിലെ ഗവേഷകർക്ക് പേറ്റൻറ്റ്. 4-ാം സെമസ്റ്റർ BEdൻ്റെ പ്രാക്ടിക്കൽ മാർച്ച് 7 മുതൽ. പരീക്ഷാഫലം 1-ാം സെമസ്റ്റർ MA എക്കണോമിക്സ്. 1-ാം സെമസ്റ്റർ MA എക്കണോമിക്സ് റിസൾട്ട് വന്നു. 1-ാം വർഷ മ്യൂസിയോളജി ഡിപ്ലോമ ഇൻ ആർക്കിയോളജി ആൻഡ് മ്യൂസിയോളജി പ്രോഗ്രാമിൻ്റെ 1-ാം വർഷ റെഗുലർ സപ്ലിമെൻ്ററി, 2-ാം വർഷ റെഗുലർ സപ്ലിമെൻ്ററി, 3-ാം വർഷ റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷകളുടെ റിസൾട്ടുകൾ വന്നു. പരീക്ഷാ തീയതി 9-ാം സെമസ്റ്റർ IMCയുടെ. പരീക്ഷാഫലം 2-ാം സെമസ്റ്റർ പ്രൈവറ്റ് രജിസ്ട്രേഷൻ BComൻ്റെ 1, 2, 3, 4 വർഷ BPT മേഴ്സി ചാൻസ് പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. MSFW അപേക്ഷിക്കാൻ. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻ്റ് കോഴ്സ് 6-ാം സെമസ്റ്ററിൻ്റെ പരീക്ഷയുടെ ടൈം ടേബിൾ വന്നു. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. പരീക്ഷാ കേന്ദ്രം മാർച്ച് 20 ആരംഭിക്കുന്ന അവസാന വർഷ BBA ആനുവൽ സ്കീം പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ പ്രാക്ടിക്കൽ 1-ാം സെമസ്റ്റർ BMS ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രിയുടെ പ്രാക്ടിക്കൽ ഡേറ്റ്. ടൈം ടേബിൾ 5-ാം സെമസ്റ്റർ CBCS BA മ്യൂസിക്, BA BSc BCom മ്യൂസിക് ഓപ്പൺ കോഴ്സ് പരീക്ഷകളുടെ പ്രാക്ടിക്കൽ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. 4-ാം സെമസ്റ്റർ BCom സ്പെഷ്യൽ പരീക്ഷ മാർച്ച് 18 ആരംഭിക്കുന്നു. PhD കോഴ്സ് വർക്ക്. പരീക്ഷാ വിജ്ഞാപനം 1, 2, 3 വർഷ BA അബ്സുലുലാമ BCom ആനുവൽ സ്കീം പ്രൈവറ്റ് രജിസ്ട്രേഷൻ പരീക്ഷയുടെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. അഭിരുചി പരീക്ഷ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ടൈം ടേബിൾ
എൻജിനീയറിംഗ് 5ാം സെമസ്റ്ററിൻ്റെ പരീക്ഷാഫലം 2ാം സെമസ്റ്റർ MFA, 2ാം സെമസ്റ്റർ BA ഓണേഴ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, PG ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, PG ഡിപ്ലോമ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം ടെക്നോളജി. പരീക്ഷാഫലം പുനഃക്രമീകരിച്ച പരീക്ഷ മാർച്ച് 14 നടത്താൻ നിശ്ചയിച്ചിരുന്ന 3ാം സെമസ്റ്റർ MA സംസ്കൃതം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, MA സംസ്കൃതം സ്പെഷ്യൽ ന്യായ വ്യാകരണം സാഹിത്യ ജ്യോതിഷ പരീക്ഷകൾ ഏപ്രിൽ 2 പുനഃക്രമീകരിച്ചു. ഫെബ്രുവരി 28 മുതൽ മാർച്ച് 4 വരെ നടത്താൻ നിശ്ചയിച്ച 2ാം സെമസ്റ്റർ MSc ഫിസിക്സ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ നാനോ സയൻസ് ശാസ്താംകോട്ട കോളേജിലെ പ്രാക്ടിക്കൽ മാർച്ച് 13 തൊട്ട് 15 വരെ. പ്രാക്ടിക്കൽ 1ാം സെമസ്റ്റർ കരിയർ റിലേറ്റഡ് BSc ഇലക്ട്രോണിക്സ് ഡിഗ്രിയുടെ പ്രാക്ടിക്കൽ, 3ാം സെമസ്റ്റർ കരിയർ റിലേറ്റഡ് BCAയുടെ പ്രാക്ടിക്കൽ, 1ാം സെമസ്റ്റർ കരിയർ റിലേറ്റഡ് BSc കമ്പ്യൂട്ടർ സയൻസ് പ്രാക്ടിക്കൽ ഡേറ്റ്. ടൈം ടേബിൾ മാർച്ച് 20 ആരംഭിക്കുന്ന 4ാം സെമസ്റ്റർ BDes ഫാഷൻ ഡിസൈൻ, മാർച്ച് 5 ആരംഭിക്കുന്ന 2ാം സെമസ്റ്റർ BDes ഫാഷൻ ഡിസൈൻ, ഏപ്രിൽ 18 ആരംഭിക്കുന്ന 3ാം സെമസ്റ്റർ BDes ഫാഷൻ ഡിസൈൻ. ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. 1ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് BFAയുടെ ടൈം ടേബിൾ, സൂക്ഷ്മ പരിശോധന 4ാം സെമസ്റ്റർ പരീക്ഷയുടെയൊക്കെയാണ്. ഇത്രയാണ് യൂണിവേഴ്സിറ്റി വാർത്തകൾ. താങ്ക് യു.